രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന് വീണ്ടും ഹാട്രിക് ഡക്ക്. 70-ൽ ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസിന് രണ്ടാമതെങ്കിലും എത്താൻ കഴിഞ്ഞത്. സംഘടനാ ദൗർബല്യവും നേതൃത്വത്തിന് വ്യക്തമായ മുഖമില്ലാത്തതും ഉൾപ്പെടെ ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചുവരവിന് കോൺഗ്രസിന് ഇനി വെല്ലുവിളികൾ ഏറെയാണ്. ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിയുടെ മുഖമായി കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാനൊരു നേതാവില്ല. നേതൃസ്ഥാനത്ത് പലരെയും മാറ്റിപ്പരീക്ഷിച്ചെങ്കിലും ആരും കളം പിടിച്ചില്ല. കയ്യകലത്തെ സംഘടനാ സംവിധാനമായിട്ടും 3 വട്ടവും സീറ്റുകൾ കിട്ടാതെ ഡൽഹിയിൽ നിസ്സഹായരാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആപ്പുമായി ചേർന്ന് മത്സരിച്ചിട്ടും കാര്യമുണ്ടായില്ല. 70-ൽ ഒരിടത്ത് മാത്രമാണ് രണ്ടാമതെത്തിയത്. കസ്തൂർബ നഗർ മണ്ഡലത്തിൽ അഭിഷേക് ദത്താണ് രണ്ടാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഷീലാ ദീക്ഷിതിന്റെ കോട്ടയായിരുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ മകൻ സന്ദീപ് ദീക്ഷിതിനെ മത്സരത്തിനിറക്കിയെങ്കിലും ചലനമുണ്ടായില്ല. ഭാദലിയിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പരാജയപ്പെട്ടു. കൽക്കാജിയിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ ദയനീയമായി കീഴടങ്ങി. 1.5 പതിറ്റാണ്ടോളം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലിരുന്ന കോൺഗ്രസിനാണ് ഈ ദുർവിധി. വോട്ട് ശതമാനത്തിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ പ്രചരണത്തിനിറങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അതും സഹായിച്ചില്ല. പതിറ്റാണ്ടുകൾ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് രാജ്യതലസ്ഥാനത്തേക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകണമെങ്കിൽ ഒരൽപ്പം വിയർക്കേണ്ടി വരും. വിനീത VG 24 ഡൽഹി.